ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബജാജ് ഗ്രൂപ്പിൻ്റെ പുതിയ IPO ആണ്. ഈ ബജാജ് ഗ്രൂപ്പ് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്ന കമ്പനികളുടെ ഒരു ശൃംഖലയാണ്. ബജാജ് ഫിനാൻസും ബജാജ് ഫിൻസെർവും ബജാജ് ഓട്ടോയും എല്ലാം വളരെ പോപ്പുലർ ആയിട്ടുള്ള കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ അവർ പുതിയ ഒരു IPO കൊണ്ടുവരുമ്പോൾ വിപണിയിൽ അതിന് സ്വീകാര്യത കിട്ടുക സ്വാഭാവികമാണ്. അതുകൊണ്ടുകൂടിയാണ് നമ്മൾ ഈ ഒരു IPO റിവ്യൂ ചെയ്യുന്നത്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. IPOൻ്റെ പേര് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ആണ്. ഹൗസിങ്ങിനൊക്കെ ഫിനാൻസ് ചെയ്യുന്ന കമ്പനിയാണ്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പോളിസിയൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഹൗസിംഗ് ഡെവലപ്മെൻറ്റിന് ബജറ്റിൽ ഒരുപാട് ക്യാഷ് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള ഹൗസിംഗ് ഫിനാൻസ് കമ്പനികൾ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. PNB ഹൗസിംഗ് ഒക്കെ ഉദാഹരണമാണ്. അതുകൊണ്ട് ഈ ഒരു സെക്ടറിന് പോസിബിലിറ്റി കൂടുതലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു കമ്പനി വരുന്ന സെക്ടർ ഫിനാൻഷ്യൽ സർവീസസ് ആണ്. IPOയ്ക്ക് മുമ്പ് ഉള്ള പ്രൊമോട്ടർ ഹോൾഡിംഗ് എന്ന് പറയുന്നത് 100%. IPO കഴിഞ്ഞിട്ട് അവരുടെ ഹോൾഡിംഗ് 88.74% കുറയും. IPOയിലേക്ക് പോകുന്ന ഷെയർ 11.26%. ഫ്രഷ് ഇഷ്യൂ 3560 കോടിയാണ്. OFS ഓഫർ ഫോർ സെയിൽ 300 കോടിയാണ്. അത് ടോട്ടൽ കൂടിയിട്ട് ഓഫർ സൈസ് വരുന്നത് 6560 കോടിയാണ്. റീറ്റെയിലേഴ്സിനൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രൈസ് ബാൻഡാണ് ഇവിടെ വരുന്നത്. 66 രൂപ മുതൽ 70 രൂപ ഇതിനകത്തുള്ള പ്രൈസ് ബ്രാൻഡിലാണ് IPO അവൈലബിൾ ആകുന്നത്. 100 രൂപയിൽ താഴെയുള്ള ഷെയർ വളരെ പോപ്പുലറാണ്. ഞാൻ പലപ്പോഴും നല്ല കമ്പനികളുടെയൊക്കെ റിവ്യൂ ഇടുമ്പോൾ അത് പലപ്പോഴും 1000-2000 രൂപയൊക്കെ ആയിരിക്കും ഒരു ഷെയറിൻ്റെ പ്രൈസ്. അപ്പോൾ വരുന്ന കമൻറ്റുകളിൽ ഏറ്റവും കൂടുതലുള്ള കമൻറ്റ് ഇതാണ്: സാറേ, ക്യാഷ് കുറവാണ്, അതുകൊണ്ട് ചെറിയ വിലയുള്ള ഷെയറുകൾ സജസ്റ്റ് ചെയ്യുമോ? പെന്നി സ്റ്റോക്കുകളോ അല്ലെങ്കിൽ 100 രൂപയിൽ താഴെയുള്ള സ്റ്റോക്കുകൾ സജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റുകൾ ഒരുപാട് കാണുന്നുണ്ട്. പക്ഷേ അതിൽ വലിയ കാര്യമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. നമ്മൾ എത്രയൊക്കെ അവയർനെസ് കൊടുത്താലും ആളുകൾക്ക് ഇപ്പോഴും ഇഷ്ടം 100 രൂപയിൽ താഴെയുള്ള ഷെയറുകളാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല കമ്പനിയാണ്, നല്ലൊരു IPO ആണ്, 100 രൂപയിൽ താഴെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലാത്തവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു ലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ആവശ്യമുള്ള തുക എന്ന് പറയുന്നത് 14,980 രൂപയാണ്. ഇത്രയും ഷെയർസാണ് IPO കഴിഞ്ഞിട്ട് മാർക്കറ്റിലേക്ക് വരിക. മാർക്കറ്റ് ക്യാപ്പ് 58,297 കോടിയാണ്. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇത് വളരെ വലിയൊരു കമ്പനിയാണല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികളുടെ ഷെയർ പ്രൈസ് നോർമലി ഈ പറയുന്ന പോലെ 100 രൂപയുടെ താഴെ ആയിരിക്കില്ല. നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുള്ള നെറ്റ് വെബ്, വാല്യൂ ഫോർജ്, ടിപ്സ് ഇൻഡസ്ട്രീസ് എല്ലാം തന്നെ കയറിപ്പോയി. അതുപോലെ ഡോംസ്, ഇവയുടെയൊക്കെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇതിലും താഴെയാണ്. അപ്പോൾ ഇത് വലിയൊരു കമ്പനിയാണ്. റീറ്റെയിലേഴ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു പ്രൈസ് ബാൻഡാണ്. ഞാനിത് എടുത്ത് പറയുന്നത് കൊണ്ട് ഇതിൽ ഈ ഒരു പ്രൈസ് ബ്രാൻഡിൽ ഇത് ഭയങ്കര ഓവറായിട്ട് എക്സൈറ്റ് ചെയ്ത് പറയുകയല്ല ചെയ്യുന്നത്. മറിച്ച് ഇത് ഒരുപാട് പേര് എന്നോടിങ്ങനെ ആവശ്യപ്പെട്ടു 100 രൂപ താഴെയുള്ള നല്ല കമ്പനികൾ, പക്ഷേ എനിക്ക് അധികം ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഷെയറുകളുടെയോ കമ്പനികളുടെയോ ഒന്നും വീഡിയോ ചെയ്യാൻ പറ്റാത്തത്. കാരണം നല്ലതായിരിക്കണ്ടേ. അപ്പോൾ ഇതൊരു ബജാജിൻ്റെ ഗ്രൂപ്പിൻ്റെ കമ്പനി ആയതുകൊണ്ട് തന്നെ ഇതൊരു നല്ല IPO ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾ ആവശ്യപ്പെട്ട ആ പ്രൈസ് ബാൻഡ് കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് കമ്പനിയുടെ പ്രോഫിറ്റ് ഒന്ന് നോക്കാം. ഫിനാൻഷ്യൽ ഇയർ 2022 709.5 കോടി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. 2023 1258 കോടി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. 2024 1731 കോടി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ വർഷവും ചെല്ലും തോറും പ്രോഫിറ്റ് ജനറേഷൻ ഭയങ്കരമായിട്ട് കൂടി വരുന്നത് നമുക്ക് കാണാം. ഏതാണ്ട് 500 കോടിയുടെ കൂടുതൽ. 2022 709 ഏകദേശം 500 കോടിയുടെ മുകളിൽ കൂടിയിട്ട് 1258 കോടിയും, അവിടുന്ന് ഏകദേശം ഒരു 500 കോടിയുടെ അടുത്ത് കൂടിയിട്ട് 1731 കോടിയും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ചില്ലറ വ്യത്യാസമല്ല, ഇത് വളരെ പ്രതീക്ഷ നൽകുന്ന, ഭാവിയിലേക്ക് ഇനിയും ഉയരാൻ സാധ്യതയുള്ള ഒരു ഫിഗറാണിത്. ഈ ഒരു വളർച്ച മുന്നോട്ട് പോവുകയാണെങ്കിൽ 2025 പ്രോഫിറ്റ് 2200 കോടി ആ ഒരു ഫിഗറിൻ്റെ ഇടയ്ക്കായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ അറൗണ്ട് ഇവിടെ ആയിരിക്കാം. 500 കോടി ഞാൻ കൂട്ടി, അത്രയേ ഉള്ളൂ. ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറുമായിട്ട് വെച്ചിട്ട് 500 കോടി കൂട്ടി, അത്രയേ ഉള്ളൂ. 2026 2700 കോടി അറൗണ്ട് അവിടെ ആയിരിക്കാം. അപ്പം ഇങ്ങനെ വളർന്നു വരട്ടെ. അതാണ് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല കാര്യം. ഇങ്ങനെ ആയിരിക്കാമെന്ന് ഞാൻ പാസ്റ്റ് പെർഫോമൻസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തതേ ഉള്ളൂ. ക്വാളിറ്റി ഇല്ലാത്ത ഒരു കമ്പനിയാണെങ്കിൽ ഒരിക്കലും ഇതുപോലെ പ്രോഫിറ്റ് ഇങ്ങനെ കയറില്ല. ഇനി 2025 Q1, അതായത് ഈ കഴിഞ്ഞ Q1 റിസൾട്ടിൽ വന്നിരിക്കുന്ന പ്രോഫിറ്റും
452.5 കോടിയാണ്. അപ്പോൾ 4 ക്വാർട്ടേഴ്സുകളാണ് നമുക്കുള്ളത്. അടുത്ത ക്വാർട്ടേഴ്സിൽ ഇതിലും കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. 482.5 ഇൻറ്റു 4 അടിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് ഈ ഒരു പ്രോഫിറ്റിൻ്റെ 24 പ്രോഫിറ്റിൻ്റെ മുകളിൽ വരും. പക്ഷേ കുറച്ചും കൂടെ കൂടണം, എന്നാലേ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 2200 കോടിയിലേക്ക് വരികയുള്ളൂ. അപ്പോൾ അത് കൂടുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. എന്നാലും ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. ആദ്യത്തെ ക്വാർട്ടറിൽ മോശമില്ലാത്ത ഒരു പ്രോഫിറ്റാണ്, പക്ഷേ ഇതിലും കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ നന്നായനെ. അല്ലെങ്കിൽ ഇനി വരുന്ന ക്വാർട്ടറുകളിൽ ഇതിൽ കൂടുതൽ വരണം. അങ്ങനെ കൂടിയാൽ മാത്രമേ കമ്പനിക്ക് വളർച്ച ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ഫിഗർ വെച്ചിട്ടാണ് ഇനിയും വരുന്ന ക്വാർട്ടറുകളിൽ പ്രോഫിറ്റ് വരുന്നതെങ്കിൽ കമ്പനിയുടെ ഷെയർ പ്രൈസ് ഉയരാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇത് ചിലപ്പോൾ സീസണൽ സ്റ്റോക്കും ആയിരിക്കാം. എല്ലാ സീസണിലും ഹൗസിങ് നിർമ്മാണം പോസിബിൾ അല്ലല്ലോ. റെയിനി സീസണിലൊക്കെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയും ആവാം കേട്ടോ. എന്തായാലും ഞാനതൊന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ വളർച്ച പോരാ, അടുത്ത ക്വാർട്ടറുകളിൽ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യേണ്ടതുണ്ട്. ഇനി സ്റ്റോക്കിൻ്റെ പി നോക്കുമ്പോൾ 33x ആണ് പി വരുന്നത്. വലിയ കുഴപ്പമില്ലാത്തൊരു പി ആണ്. ഭയങ്കരമായിട്ട് ഓവർ വാല്യൂഡും അല്ല, എന്നാൽ കുറച്ച് വാല്യുവേഷനിലാണ് നിൽക്കുന്നത്. അണ്ടർ വാല്യൂഡ് അല്ല, 10 20 അതൊന്നും അല്ല. പി 33x ആണ്. ഒരു മോഡറേറ്റ് പി എന്ന് നമുക്ക് പറയാം. ലാസ്റ്റ് ഇയർ സെയിൽസ് ഗ്രോത്ത് 14%. സെയിൽസ് ഗ്രോത്ത് ഉണ്ട്, അത് 14%. ഇത് അത്യാവശ്യം നല്ലൊരു സെയിൽസ് ഗ്രോത്താണ്. ഭയങ്കരമായിട്ടുള്ള ഒരു 25% അതിൻ്റെ മുകളിലുള്ള ഫിഗറൊന്നും അല്ല. വളരുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, വലിയ കമ്പനികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം സാധാരണ കാണുന്ന ഒരു നല്ല ഗ്രോത്ത് ഫിഗറാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇത് കൂടിയെങ്കിൽ, അല്ലെങ്കിൽ ഇനി വരുന്ന വർഷങ്ങളിൽ ഇത് കൂടുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. ഇനി ഇതിൽ നിന്ന് കുറയാൻ പാടില്ല, കൂടണം. എന്നാണ് ഈ IPO വരുന്നത്. നാളെയാണ് ഓപ്പണിംഗ് ഡേറ്റ്, അതായത് മൺഡേ. ഈ വീഡിയോ ചെയ്യുന്ന 8-ാം തീയതിയാണ്, നിങ്ങളിലേക്ക് എത്തുന്നത് 8-ാം തീയതിയാണ്. നാളെ ഓപ്പൺ ചെയ്യും. ഇത് ക്ലോസ് ചെയ്യുന്നത് 11-ാം തീയതിയാണ്. 9 സെപ്റ്റംബറിലാണ് ഓപ്പൺ ചെയ്യുന്നത്. 11 സെപ്റ്റംബറിൽ ക്ലോസ് ചെയ്യും. ലിസ്റ്റ് ചെയ്യുന്നത് 16 സെപ്റ്റംബറിലാണ്. കമ്പനിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്തൊക്കെ സർവീസസ് ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്, എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന്, ഇതൊരു ഹൗസിംഗ് ഫിനാൻസ് കമ്പനിയാണ്. HFC 2015 നാഷണൽ ഹൗസിംഗ് ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനിയാണ്. 2018 മുതൽ ലെൻഡിങ് ബിസിനസ് ഈ കമ്പനി നടത്തുന്നുണ്ട്. നാഷണൽ ഹൗസിംഗ് ബാങ്കിൽ 2015 രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2022 നമ്മുടെ RBI ഈ കമ്പനീനെ അപ്പർ ലെയറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ മെയിൻ ബിസിനസ് അതിൻ്റെ പേരിൽ തന്നെയുണ്ട്, ഫിനാൻഷ്യൽ സൊല്യൂഷൻസ് ആണ്. എന്തിനാണ് ഫിനാൻഷ്യൽ സൊല്യൂഷൻ കൊടുക്കുന്നത്? ഹോംസിനും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ സ്പേസസിനും, ഓഫീസ്, ബിൽഡിങ് അതുപോലുള്ള മാനുഫാക്ചറിങ്ങിനാണ് ഫിനാൻഷ്യൽ സൊല്യൂഷൻസ് കൊടുക്കുന്നത്, അതായത് ഫിനാൻസ് കൊടുക്കുന്നത്. ഇത് പുതിയതിനും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ റിനോവേഷനും കൊടുക്കുന്നുണ്ട്, പുതുക്കി പണിയലിനും കൊടുക്കുന്നുണ്ട്. പ്രോഡക്റ്റുകൾ ഹോം ലോൺസ് ഉണ്ട്, ലോൺസ് എഗെയിൻസ്റ്റ് പ്രോപ്പർട്ടികൾ പണയം വെച്ചിട്ടെടുക്കുന്ന ലോണുകൾ, ലീസ് റെൻ്റൽ ഡിസ്കൗണ്ടിങ്, ഡെവലപ്പർ ഫിനാൻസിങ്. റീറ്റെയിലേഴ്സിന് ഹൗസിംഗ് ലോൺസ് കൊടുക്കുന്നുണ്ട്. ലീസിങ് ബിസിനസ് ഉണ്ട്, ലീസിങ് റെൻ്റൽ ബിസിനസ്സുകളുണ്ട്. അതായത് ഈ ലീസ് കൊടുക്കുന്ന ആൾക്കാർക്കും റെൻ്റലായിട്ട് കൊടുക്കുന്ന, റെൻ്റ് മേടിച്ച് കൊടുക്കുന്ന ആൾക്കാർക്കുമൊക്കെ അങ്ങനെയുള്ള ഡെവലപ്പേഴ്സിന് ലോൺസ് കൊടുക്കുന്നുണ്ട്. ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സെഗ്മെൻറ്റുകളിലും ലോൺ കൊടുക്കുന്നുവെന്ന് നമുക്ക് ചുരുക്കി പറയാം. ഇനി അടുത്തത് കമ്പനിയുടെ വലുപ്പമാണ്. കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. 2024 ജൂണിലെ കണക്കനുസരിച്ചിട്ട് 215 ബ്രാഞ്ചസ് കമ്പനിക്കുണ്ട്. 174 ലൊക്കേഷൻസിൽ കമ്പനിയുടെ പ്രസൻസ് ഉണ്ട്. 20 സ്റ്റേറ്റ്സിലും 3 യൂണിയൻ ടെറിട്ടറീസിലും കമ്പനി ഉണ്ട്. ലോൺ കൊടുക്കുന്നത് ഡയറക്റ്റ് രീതിയിലും അതുപോലെ ഇൻഡയറക്റ്റ് രീതിയിലും നമുക്ക് ലോൺ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പനി ഡിജിറ്റലൈസ് ആണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ കാലത്ത്. ഡിജിറ്റൽ പ്ലെയേഴ്സുമായിട്ട് കമ്പനിക്ക് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. ഏതൊക്കെ രീതിയിൽ ബിസിനസ് കിട്ടുന്നുണ്ട്? ഡയറക്റ്റ് സെല്ലിംഗ് രീതിയിൽ ബിസിനസ് കിട്ടുന്നുണ്ട്. തേർഡ് പാർട്ടി ഏജൻറ്റ്സ് ആ രീതിയിലും ബിസിനസ് കിട്ടുന്നുണ്ട്. അതായത് മീഡിയേറ്ററൊക്കെ ആയിട്ട് നിന്നിട്ട് കമ്പനിക്ക് ബിസിനസ് കിട്ടുന്നുണ്ട്. അതുതന്നെയാണ് കണക്റ്റേഴ്സ് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും കമ്പനിക്ക് ബിസിനസ് കിട്ടുന്നുണ്ടെന്ന്. ചാനൽ പാർട്ട്നേഴ്സ്, ഇൻ്റർമീഡിയറീസ് ഒക്കെ ഉദാഹരണമാണ്. 3,23,881 ആക്റ്റീവ് കസ്റ്റമേഴ്സ് കമ്പനിക്കുണ്ട്. അതിൽ തന്നെ 83.2% ഹോം ലോൺ കസ്റ്റമേഴ്സാണ്. ഈ ഫിനാൻഷ്യൽ ഇയറിൻ്റെ Q1 അതായത് ഏപ്രിൽ, മെയ്, ജൂൺ ഈ 3 മാസവും ആയിട്ട് കൊടുത്തിരിക്കുന്ന ലോൺ എന്ന് പറയുന്നത് 12,003 കോടിയാണ്. ഫിസിക്കൽ ഇയർ 2024 കഴിഞ്ഞ വർഷം എന്ന് പറയാം, കൊടുത്തിരിക്കുന്ന മൊത്തം ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് 44,656 കോടിയാണ്. 12 × 4 എത്രയാണ്? 48 അല്ലേ?
വളർച്ചയുണ്ട്, കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞും വളരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരു ഭീകര വളർച്ചയല്ല കേട്ടോ ഉദ്ദേശിച്ചത്, ഗ്രാജുവലായിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള വളർച്ചയാണ് ഉദ്ദേശിച്ചത്. അത് മതിയാവും. ആരൊക്കെയാണ് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് നമുക്ക് നോക്കാം. മിസ്റ്റർ സഞ്ജീവ് നയൻ ബജാജ് ആണ് ഒരു പ്രൊമോട്ടർ. അദ്ദേഹമാണ് ചെയർമാനും അതുപോലെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് ദ കമ്പനിയുമാണ്. അദ്ദേഹം ബജാജ് ഫിൻ സർവീസിൻ്റെ ചെയർമാൻ കൂടിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ബജാജ് ഫിനാൻസിൻ്റെ നോൺ എക്സിക്യൂട്ടീവ് ചെയർമാൻ കൂടിയാണ്. ബജാജിൻ്റെ ശക്തമായ 2 ഗ്രൂപ്പുകളാണല്ലോ ബജാജ് ഫിൻസർവും ബജാജ് ഫിനാൻസും. അതുകൂടാതെ തന്നെ അദ്ദേഹം മറ്റ് ബജാജ് ഗ്രൂപ്പ് കമ്പനികളിൽ പാർട്ട്ണറാണ്. അതായത് മറ്റ് ബജാജ് ഗ്രൂപ്പ് കമ്പനികളിൽ കൂടി അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഉണ്ട്. അദ്ദേഹം അതിലും സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നുണ്ട്. അടുത്ത പ്രൊമോട്ടർ മിസ്റ്റർ രാജീവ് ജെയിനാണ്. അദ്ദേഹമാണ് ഈ കമ്പനിയുടെ വൈസ് ചെയർമാനും അതുപോലെ തന്നെ ഒരു നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. അദ്ദേഹത്തിന് ഈ ഒരു ഫീൽഡിൽ, അതായത് ലോൺ ലെൻഡിങ് ഫീൽഡിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഓട്ടോ ലോൺസ്, ഡ്യൂറബിൾ ഗുഡ്സ് ലോൺസ്, പേഴ്സണൽ ലോൺസ്, ക്രെഡിറ്റ് കാർഡ്, ഈ ഒരു സെഗ്മെൻറ്റുകളിലൊക്കെ ലോൺ കൊടുക്കുന്ന ഇതിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം ബജാജ് ഫിനാൻസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ്, MD കൂടിയാണ്. മൂന്നാമത്തെ പ്രൊമോട്ടർ മിസ്റ്റർ അനാമി നാരായൺ റോയ് ആണ്. അദ്ദേഹം ഈ കമ്പനിയുടെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറാണ്. അദ്ദേഹം ഒരു IPS ഓഫീസറായിരുന്നു. 38 വർഷം മഹാരാഷ്ട്രയിൽ അദ്ദേഹം സർവീസിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം DGP എന്ന പോസ്റ്റിൽ കൂടി ഇരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം മുംബൈ പോലീസ് കമ്മീഷണർ കൂടിയായിരുന്നു. കഴിഞ്ഞ 3 വർഷമായിട്ട് കമ്പനി എങ്ങനെയാണ് പെർഫോം ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. 2022 3482 കോടി ടോട്ടൽ റവന്യൂ ജനറേറ്റ് ചെയ്തു. അതിൽ 709.5 കോടി പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. 2023 5269 കോടി ടോട്ടൽ റവന്യൂ ജനറേറ്റ് ചെയ്തു. 1258 കോടി പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. 2024 7202.5 കോടി ടോട്ടൽ റവന്യൂ ജനറേറ്റ് ചെയ്തു. 1731 കോടി പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇയർ 2025 ആദ്യത്തെ ക്വാർട്ടറിൽ 2063 കോടി റവന്യൂ ജനറേറ്റ് ചെയ്തു. അതിൽ 482.5 കോടി പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ഇനി കമ്പനി എത്ര രൂപയാണ് ഈ ഒരു IPOയിലൂടെ അക്വയർ ചെയ്യുന്നതെന്നും അത് എന്തിനാണെന്ന് നമുക്ക് പരിശോധിക്കാം. IPOയിലൂടെ പുറത്തു വരുന്നത് 93.71 കോടി ഷെയർസാണ്. പ്രൈസ് ബ്രാൻഡ് നമ്മൾ കണ്ടു കഴിഞ്ഞു. 66 രൂപയ്ക്കും 70 രൂപയ്ക്കും ഇടയ്ക്കാണ് പ്രൈസ് ബ്രാൻഡ്. നോർമലി റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ നമ്മളൊക്കെ IPO അപ്ലൈ ചെയ്യുമ്പോൾ ഈ കൂടിയ പ്രൈസിനിട്ടാണ് കേട്ടോ IPO അപ്ലൈ ചെയ്യുന്നത്. കാരണം അതാണ് ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുക്കുക. കൂടിയ പ്രൈസിന് അപ്ലൈ ചെയ്താൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് വെച്ച് 100% കിട്ടണം നിർബന്ധമൊന്നുമില്ല. ഓവർ സബ്സ്ക്രൈബ്ഡ് ആണെങ്കിൽ മറ്റ് മാർഗങ്ങൾ കൂടിയാണ് അപ്ലൈ ചെയ്തവരിൽ നിന്ന് കുറച്ച് ആൾക്കാരെ തിരഞ്ഞെടുക്കുക. കാരണം ഷെയർസിൻ്റെ നമ്പർ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത എല്ലാവർക്കും കിട്ടണമെന്ന് നിർബന്ധമില്ല. ഓവർ സബ്സ്ക്രൈബ്ഡ് അല്ലെങ്കിൽ എല്ലാവർക്കും കിട്ടും. 6560 കോടിയാണ് ഇതിലൂടെ കമ്പനി അക്വയർ ചെയ്യുന്നത്. ഒരു ലോട്ട് ഷെയറിൽ 214 ഷെയറുകളാണ് ഉള്ളത്. 3560 കോടിയും കമ്പനി ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ലെൻഡിങ് ബിസിനസ്സിൽ തന്നെയാണ്, ലോൺ കൊടുക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓഫർ ഫോർ സെയിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ 300 കോടിയാണ്. ജനറൽ കോർപ്പറേറ്റ് പർപ്പസിന് അത് ഉപയോഗിക്കുന്നു. 70 രൂപയിൽ കമ്പനി ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കമ്പനിയുടെ PE 33x ആയിരിക്കും. 20% ഡിസ്കൗണ്ടിലാണ് ലിസ്റ്റ് ചെയ്യുന്നത്. അതായത് 56 രൂപയിലാണ് ലിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ PE 26x ആയിരിക്കും. 30% ഡിസ്കൗണ്ടിൽ അതായത് 49 രൂപയിലാണ് ലിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ കമ്പനിയുടെ PE 23x ആയിരിക്കും. ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. അപ്പോൾ അതും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 25% ഉയർന്ന പ്രൈസിലാണ് ലിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് 87 രൂപയിലാണ് ലിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ കമ്പനിയുടെ PE 41x ആയിരിക്കും. അപ്പോൾ പ്രൈസ് ഉയരും തോറും PE കൂടുന്നുണ്ടാകും കേട്ടോ, വാല്യുവേഷൻ കൂടുന്നുണ്ടാകും. അങ്ങനെയായിരിക്കും ഈ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടിക്കഴിഞ്ഞിട്ട് കമ്പനികളുടെ ഷെയർ പ്രൈസ് താഴേക്ക് പോകുന്നത്. 50% ലിസ്റ്റിംഗ് ഗെയിൻ ഉണ്ട് എങ്കിൽ, അതായത് 105 രൂപയിലാണ് ലിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ കമ്പനിയുടെ PE 49x ആയിരിക്കും. 100% ലിസ്റ്റിംഗ് ഗെയിൻ 70ൻ്റെ ഡബിൾ 140 രൂപയിലാണ് ലിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ കമ്പനിയുടെ PE 66x ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇത്രയും കൂടിയ പ്രൈസിനെങ്ങാനും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. അതിന് കാരണം വാല്യുവേഷൻ കൂടുന്നതുകൊണ്ടാണ്. ഒരു ഡിസ്ക്ലൈമർ കൂടിയുണ്ട്. ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. എൻ്റെ സ്റ്റഡികളിൽ തെറ്റുമുണ്ടാകാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുക. ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതുകൊണ്ട് പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ വരാനുള്ള സാധ്യതയുണ്ട്. ഡിസ്ക്ലൈമർ വായിച്ച് നോക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. IPOയുടെ വീഡിയോ നമ്മളധികം ചെയ്യാത്തതാണ്. കാരണം
നോർമലി അധികം ആൾക്കാരും IPOയുടെ വീഡിയോ കാണാറില്ല. IPOനെ കുറിച്ചുള്ള അവയർനെസ് കുറവാണ്. അതിന് കാരണം ആളുകൾ മെനക്കെടാറില്ല എന്നാണ് സത്യം. ഇത് എന്നോട് ഒരുപാട് പേര് ആവശ്യപ്പെട്ടതുകൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്താണ്. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോനെ പ്രത്യേകമായിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നോർമലി ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്കറിയാം ഇതിന് വ്യൂ കുറവായിരിക്കും. ഒരുപാട് പേര് IPO അപ്ലൈ ചെയ്യുന്നില്ല. അത് തീർച്ചയായിട്ടും അറിവില്ലായ്മ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് കാണുന്നവർ നിങ്ങൾക്ക് ഇതുപോലത്തെ സബ്ജക്റ്റ് താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ ലൈക്ക് കാര്യങ്ങളൊക്കെ തരിക. കൂടുതൽ ഒന്നാ തരാൻ പറ്റുള്ളൂ ഒരാൾക്ക്. ഓക്കെ, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളുകളിലേക്ക് എത്തിക്കുക. കാരണം തീരെ വ്യൂ ഇല്ല എങ്കിൽ നമ്മൾ പിന്നെ ഇതുപോലത്തെ IPO റിവ്യൂ ഒന്നും ചെയ്യില്ല. ആളുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പെന്നി സ്റ്റോക്കാണ്. പക്ഷേ പെന്നി സ്റ്റോക്ക് നമുക്ക് നല്ല കമ്പനികൾ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യും കേട്ടോ. അതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ വ്യൂ ഉള്ളത്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് നല്ലത് കിട്ടണ്ടേ. നല്ലത് കിട്ടാതെ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.